ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ
മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായെ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. ബ്രദരെല്ലാരും മിന്നി വിളങ്ങും വദനമുണരാൻ വരമരുളേണം. ഉന്നതനാം ശിവനാഥ, ബ്രദരെല്ലാരും മിന്നി വിളങ്ങും വദനമുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വെണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മണവറയിങ്കൽ ചേർക്കണമീശോ. നിന്നെ ഞാൻ വിളിക്കുന്നു, മനുഷ്യരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. അഗാധത്തിന് ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. നിന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. ശബ്ദത്താൽ ലാസിനെ ഉറപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസയെ വിളിക്കുകയും നിന്റെ വലത്തെ ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ,
ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെ നാഥനും ദൈവമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ മുറിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേദനിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാനുബന്ധത്തിനെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ അമ്മച്ചേച്ചിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, സ്തോത്രത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കണ്ണീരിലും അങ്ങേ കാരുണ്യം തേടുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിനു സ്തുതി. ഇനി കാണില്ല പ്രിയരെ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരെ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരെ കാണാം അവിടെ, പിരിയാം ഇപ്പോൾ കാണാം അവിടെ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ, ദൈവനാമ കീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ, ദൈവനാമ കീർത്തനം പാടാൻ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ, പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധ
മൂലം നിങ്ങൾ നൊന്തരോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. ഞാൻ മൂലം നിങ്ങൾ നൊന്തരോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ.
പ്രാർത്ഥിക്കും. എന്നെയോർത്തങ്ങു നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ? ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ? ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ? പ്രിയരേ, ശുശ്രൂഷയുടെ വീട്ടിലെ പ്രാർത്ഥനകൾ ആരംഭിക്കുകയാണ്. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മോടുകൂടി മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങളൊക്കെ പരിഗണങ്ങളാകുന്നു. മരിച്ചവരെ നാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുക
എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, മഴയും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ മാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമെന്നരുളേണം. സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമതിലമണയ്ക്കുന്നു. മറ്റൊരു ശരണം നീയല്ലോ. അന്തിമ ദിവസം ഉയർപ്പേതും നീതിമാൻ വിചാരം പ്രഭവിക്കുന്നു. ഓരോ തിരുവാക്യങ്ങൾ ശാന്തി നിരത്തുമകർന്നീണം. മധ്യനമുണരുന്നു ചെയ്യമുള്ളാരം അത്യവേഗം സകലേശം ഇതിനോദകമാകുന്നു. കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശം. മഹിമയുടെ മഹിതിനാളെ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നടത്തണമേ. നല്ലവരൊത്തു വരമ്പാകെ നൽകണമേ നിത്യായുസ്സും പരമാനന്ദവും പരിവേഷം. മറ്റവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുമെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. ഇസ്രായേൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിർപ്പിനായി അവരോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാകുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടവുമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായിരിക്കുന്നതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അനുഗ്രഹപ്രദവും സുഹൃത സമ്പന്നവുമായ ഒരു ജീവിതത്തിന് ശേഷം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ ഈ സഹോദരി അമ്മണിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായിട്ട് ആണല്ലോ നാം ഇവിടെ ഒരുമിച്ചിരിക്കുന്നു. ദൂരത്തിലുള്ള ഓട്ടങ്ങളുണ്ട്. ഹ്രസ്വദൂര ഓട്ടവും മധ്യദൂര ഓട്ടവും ദീർഘദൂര ഓട്ടവുമുണ്ട്. ഏത് ഓട്ട മത്സരത്തിലും ഓടി ഒന്നാമതെത്തിയാലും ഒരേ തരത്തിലുള്ള സമ്മാനം, ഓരോ മൂല്യവും തൂക്കവുമുള്ള സ്വർണ്ണപതക്കമാണ് ലഭിക്കുക. ഇവിടെ ഈ സഹോദരി തിരഞ്ഞെടുത്തത് നമുക്ക് വേണമെങ്കിൽ പറയാം മധ്യദൂര ഓട്ടമാണ്. 60 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചതിന് ശേഷമാണ് നമ്മിൽ നിന്ന് യാത്രയാവുക.
ഈ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും, നല്ല ഓട്ടം ഓടിയതിനു ശേഷമാണ് ഈ ലോകത്തിൽ നിന്ന് നമ്മിൽ നിന്ന് യാത്രയാവുക. ചില ജീവിതങ്ങളെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്, സഫലമാണ് ഈ യാത്ര അല്ലെങ്കിൽ ജീവിതം എന്നൊക്കെ പറയാറുണ്ട്. അതിന് കാരണം നല്ല ഓർമ്മകൾ മനസ്സിൽ അവശേഷിപ്പിച്ചിട്ട് ഈ ലോകത്തിൽ നിന്ന് വേർപിരിയുന്നവരുടെ ജീവിതത്തെയാണ് സഫലമീ യാത്ര എന്ന് പറഞ്ഞ് നമ്മൾ വിശേഷിപ്പിക്കുക. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അമ്മയായിട്ടും പെങ്ങളായിട്ടും ഭാര്യയായിട്ടും വ്യത്യസ്തമായ റോളുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. മക്കളുടെ ഓർമ്മയിൽ ഒരു നല്ല ഒരു അമ്മയെക്കുറിച്ചാണ് ഓർക്കുക. തങ്ങളുടെ പിതാവ് ജോലി സംബന്ധമായിട്ട് അവരെയൊക്കെ ആയിരിക്കുന്ന സമയത്തും സ്വന്തം ജോലിയോടൊപ്പം തന്നെ തങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ച അമ്മയെക്കുറിച്ചുള്ള നല്ല ചിത്രം അവരുടെ മനസ്സിലുണ്ട്. ഈ സഹോദരിയുടെ ആംഗലമാർക്കും അവരുടെ മൂത്ത ചേച്ചി എന്ന നിലയിൽ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ തങ്ങളെ കൂടി പരിഗണിച്ചതിന്റെയും നല്ല ചിത്രം അവരുടെയൊക്കെ മനസ്സിലുണ്ട്. 20 വർഷമായിട്ട് എറണാകുളത്ത് താമസിക്കുകയും 36 വർഷം പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ലാബ് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്തു വിശ്രമിച്ചു. അതിനുശേഷമാണ് രോഗബാധിതയായിട്ട് കുറെ വർഷങ്ങളായിട്ട് കഴിയുകയായിരുന്നു. ഈ സമയങ്ങളിലെല്ലാം യാതൊരു നിരാശയും പ്രകടിപ്പിക്കാതെ തമ്പുരാനിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവം നൽകുന്ന കുരിശുകളെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് പ്രാർത്ഥനയുമായിട്ട് തന്റെ രോഗമായിരുന്ന കാലഘട്ടങ്ങളെല്ലാം മുന്നോട്ട് നീക്കുകയായിരുന്നു. വലിയ പ്രത്യാശയും വിശ്വാസവും ഒക്കെയാണ് പ്രാർത്ഥന വഴിയായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നമുക്കൊരു അനുകരണീയ മാതൃക നൽകിയതിനു ശേഷമാണ് നമ്മിൽ നിന്ന് യാത്രയാവുക. ഇന്ന് ഈ മൃതസംസ്കാരത്തിൽ നമുക്ക് പങ്കെടുക്കുമ്പോൾ ഈ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന നന്മകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് പരിശ്രമിക്കുന്നത് മരണത്തിലൂടെയാണല്ലോ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ മൂല്യവും സാക്ഷാത്കാരവും ഒക്കെ കണ്ടെത്തുക മരണത്തിലൂടെ കൈവരിക്കുന്ന നിത്യജീവിതത്തിലാണ്. ഈ വലിയ പ്രത്യാശയോടുകൂടിയാണ് ഈ സഹോദരിയെ നാം യാത്രയാവുക. നമുക്കറിയാവുന്ന മനുഷ്യ ജീവിതമാണ്. എല്ലാ തരത്തിലും എങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചാലും കുറവുകളും പോരായ്മകളും ഒക്കെ ഏതൊരു ജീവിതത്തിലും കടന്നു വരും. ഈ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളും പോരായ്മകളും ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവം അതെല്ലാം ക്ഷമിച്ച് ഇയാളെയും എന്റെ വലുവശത്യസ്ഥനായിട്ടായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഈ പരിപാടികൾ വേദനിക്കുന്ന ഈ കുടുംബാംഗങ്ങൾക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത വിധിവത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രതിയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജനെ അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കുവാൻ വേണ്ടി യാത്രമണ്ഡലത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിക്കുകയും കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ പുറക്കുന്നതുമായി നിന്റെ ദാസിയുടെ പാവങ്ങൾ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃപ്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ഒരു ദിവസം ബേസരിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. ഒരു ദിവസം ബേസരിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ
കനിവൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേഥനിയായിൽ സഹോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും എഴുതിയിരുന്നു. വിശുദ്ധരായ പുത്രിമാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവത്തിന്റെ പ്രവേശിക്കുമാറാകട്ടെ. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർത്തു, ഞാനെൻ പ്രയാണം പൂർത്തിയാക്കി. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന, സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന, സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. കന്യാമറിയത്തിൻ നിർമ്മലരാ മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ.
സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്തു. ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കപടഫലമാകുന്നു. വിശുദ്ധ മാമോദീസായവും പരിശുദ്ധവുമായ പരിപുഷ്ടവും വിശുദ്ധ ധൈര്യത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ടി കബറുടെ നീ ഭൗതികരിക്കണമേ. ജീവന്റെ മരണത്തിന് നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി േക്കാൾ വെണ്മയുള്ളവനാകും ഈ കബറിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ നീക്കുവാമേ. നമ്മുടെ പ്രാർത്ഥനകൾ പരിമളത്ത് പോലെ എന്നെ പ്രസാദിപ്പിക്കട്ടെ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരുത്തു വലമ്പാനും രക്ഷയുയരം നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാവുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. കീർത്തനങ്ങൾ വിശുദ്ധരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. എല്ലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. ആഹ്ലാദം കേൾക്കുമ്പോൾ
ഞങ്ങളുദിക്കുന്നു. കൃപയുടെ നാട്ടിൽ ചേർക്കണം. അതിമുതൽ നീക്കുവാമേൻ സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹാ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മറിഞ്ഞൊരുവൻ മഹിമാഗതിയോടെ നിങ്ങൾ കഥകൾ തുടരാതെ ഞാൻ ഗാവിക്കുന്നു. ഞാനെപ്പോഴും ദൈവത്തെ കാണും. രാവും പകലും ഞങ്ങൾ വിളിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. ആത്മാവേ, നീ എന്തിനു നിരാശപ്പെടുന്നു? നീ എന്തിനു വിഷാദിച്ചു കലങ്ങുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പരിശുദ്ധാത്മാവിന്റെ സ്തുതി മാൻപടയെ പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവനെ എന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാരം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര, സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ നീതിമാന്മാരുടെ വിശുദ്ധരോടുകൂടി ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാവുന്ന അവസരത്തേക്ക് ഈ ആളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേറെ വിട്ടുപോയ വിശുവായുടെ മൗലിക ശരീരത്തിനെ ഈ അംഗത്തെ ഗമിക്കുകയും സംസ്ഥാനത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ, പാത
കൊച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും പരലോകവാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ ഈ ലോകവാസം പുൽക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ